പിന്നെയും തുടങ്ങിയോ? അല്ല അപ്പനും മോളും കൂടെ വന്നുകൊണ്ട് ചോദിച്ചതാ. അച്ഛോ, കഴിഞ്ഞ മാസം IMS-ൽ പോയി കൂടി ധ്യാനം കൂടി കഴിഞ്ഞ് നല്ല സമാധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ഷാപ്പിൽ നിൽക്കുന്ന കുട്ടപ്പനുമായി ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റമുണ്ടാക്കി ഔസേപ്പച്ചനാ വീട്ടിൽ കൊണ്ടാക്കിയത്. സാറാമ്മേ, നീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അച്ഛൻ അവറാച്ചനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. അടുത്ത ആഴ്ച ധ്യാനത്തിന് പോകാൻ ഒരു കത്തും മരിച്ചതിനുള്ള പൈസയും കൊടുക്കണം. ഇതൊക്കെയല്ലേ നീ ഉദ്ദേശിച്ചത്? സാറാമ്മേ, നീയോ ഞാനോ വിചാരിച്ചാലൊന്നും അവൻ നന്നാൻ പോകുന്നില്ല. അച്ഛോ, അവൻ എന്നോട് ഞാൻ കയർത്ത് വെച്ചു. സ്ത്രീധനത്തിന്റെ ബാധ്യത കൊടുക്കാനുണ്ട്, അത് ഉടനെ കൊടുത്തു തീർക്കണം. അല്ലെങ്കിൽ ഇവളെയും പിള്ളേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഈ വയസ്സുകാലത്ത് ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛോ അവൻ പറയുന്നത്? മറിച്ചേട്ടാ, ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഇടവകയുടെയും ഇവിടുത്തെ അൽമാരുടെയും ആത്മീയ കാര്യങ്ങൾ നോക്കാനും തിരുസഭയുടെ കൽപ്പന അനുസരിച്ച് ഇടവഭരണം നടത്താനുമാണ്. അല്ലാതെ സ്ത്രീധനം വാങ്ങിപ്പിക്കാനും കൊടുപ്പിക്കാനും അല്ല. എനിക്ക് തരാനുള്ള സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ സാറാമ്മയെ മക്കളെ വീട്ടിൽ നിൽക്കുന്നത് നുണയാ. സാൻഗ്രാസ് അടിച്ചാൽ പിന്നെ സാറാമ്മയുടെ ഡബിൾ സ്നേഹം അടിച്ചു എനിക്ക്. അപ്പോൾ അവളെ തിരിഞ്ഞു പോലും നോക്കിയതാ. അവറാച്ച, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീ പണ്ട് ചാണ്ടിയച്ചനെ കുശലിക്കാനായിരുന്നപ്പോ എന്തായാലും നിന്റെ സ്വഭാവം. അന്ന് ഞാൻ ചാണ്ടിയച്ചനെ കാണാൻ വന്നപ്പോ അച്ഛനുമായി ലഞ്ച് കഴിച്ച ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അന്ന് നീ ഉണ്ടാക്കി തന്ന താറാവ് റോസ്, അതിന്റെ ടേസ്റ്റ് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. അത് മാത്രമല്ല കുശിനിപ്പണി രാജിവെച്ച് ഞാൻ വീട്ടിലേക്ക് പോന്നപ്പോ നല്ല കുക്കിലുള്ള അവാർഡ് അച്ഛനെനിക്ക് നന്നാണ് വിട്ടത്. ആ അവാർഡ് അടച്ചോ ഇപ്പോഴും വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസ് സ്റ്റവ്. വർക്കിച്ചേർന്ന് സാറാമ്മയും വീട്ടിലേക്ക് ഞാൻ അവറാച്ചനുമായിട്ട് സംസാരിക്കും. അവറാച്ച, നീ എന്താ ആലോചിക്കുന്നു? അച്ഛോ, ഈ സിമിത്തേരിയുടെ പണി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ നമ്മുടെ പള്ളിമേരുടെ പണി എങ്ങനെ തുടങ്ങും എന്ന് ആലോചിക്കുകയാണ്. അവറാച്ച, അതിനല്ലേ ഒക്ടോബർ മാസം കൊന്ത വരുന്നത്. അത് മാത്രം പോരിച്ചു. അച്ഛൻ ഒരു കാര്യം കൂടി ചെയ്യണം. എന്നതാണ് അവറാച്ച? അച്ഛോ, നമ്മുടെ പള്ളിയിൽ വരുന്ന എല്ലാവരോടും എല്ലാ ദിവസവും കാഴ്ചവെപ്പ് നടത്താൻ പറയണം. അങ്ങനെയായാൽ ഒരു മാസത്തെ കാഴ്ചവെപ്പ് കൊണ്ട് നമുക്കൊരു അടിപൊളി പള്ളിമേട പണിയാച്ചോ. കുറിച്ചൊഴിക്കാൻ പഠിപ്പിക്കല്ലേ? എടാ, നിന്നെ കുറിച്ച് ചില പരാതി കേൾക്കാൻ തന്നോട്ട് കുറച്ച് നാളായി. നിന്റെ ഫാമിലി കൂടെ ചെല്ലുമ്പോൾ തന്നിട്ട് പരാതി. അല്ല, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നീ കഴിഞ്ഞ ആഴ്ച പള്ളി വന്നിരുന്നോ? ഇല്ലച്ചോ, കഴിഞ്ഞ ഞായറാഴ്ച ആ തട്ടേപ്പാറയിലെ മത്തായി കുഞ്ഞിന്റെ മകളുടെ മനസ്സമ്മതമായിരുന്നു. അതിന് പോയത് കൊണ്ട്. അഥവാ വന്നാൽ തന്നെ ആ മോട്ടത്തിൽ വന്നിരുന്ന് കായലിലേക്ക് നോക്കി ഹൗസ് ബോട്ടിന്റെ എണ്ണ ജോലി. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല കുറെ എണ്ണത്തിൽ. അല്ല, നീ കഴിഞ്ഞ മാസം നിന്റെ ഫാമിലി വീട്ടിലും ഞാൻ കണ്ടില്ലല്ലോ. ഈ ഫാമിലി വീട്ടിലുള്ള അസൂയൊക്കെ കാണിച്ചു. ഞാൻ കണ്ടു കാശ് മദ്യപിക്കുന്നത് അവർക്ക് നാണക്കേടാണെന്ന്. PGP-ന് ഒരു കുറവുമില്ല, എല്ലാം ഞാൻ കൊടുക്കുന്നത്. എന്നാണ് നീ ഒന്ന് നന്നായി കാണുന്നത്. എടാ, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അത് പേരുകൊണ്ട് മാത്രമായാൽ പോരാ. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും നാട്ടുകാർക്കും മാതൃകയായി ജീവിക്കണം. അതിലുപരി നിന്റെ മക്കൾക്ക് നല്ലൊരു മാതൃകയായി. ഞാൻ നിന്നെ കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാണ് വല്ല സേവഭാവനയും പറ്റുവാണോ? ഓ, സേവഭാവന കിട്ടിയിരുന്നെങ്കിൽ ഷാപ്പിലൊരു 10 മണി തുടങ്ങാമായിരുന്നു അല്ലേ? എടാ, നല്ല മനസ്സുള്ള സഹോദരങ്ങൾ കിട്ടുന്ന തുകയിൽ നിന്നും മിച്ചം വെച്ച് അയച്ചേരുന്ന തുകയാ പാവങ്ങളെ സഹായിക്കാൻ. അതിനർഹത വേണ്ട, നിനക്കും കിട്ടും. അതൊന്നുമല്ല എന്റെ തീരുമാനം. എന്റെ തീരുമാനം നിന്നെ എന്റെ കുശലിക്കാരനാക്കുക എന്നോ? അങ്ങനെയുണ്ടോടാ എന്റെ തീരുമാനം? അച്ഛന്റെ തീരുമാനം കൊള്ളാം, പക്ഷെ ഈ ഇടവക്കാരെന്ത് തീരുമാനിക്കുമെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എന്റെ തീരുമാനത്തിൽ നിനക്ക് എതിർപ്പൊന്നുമില്ലല്ലോ. എങ്കിൽ നീ തന്നെ എന്റെ കുശലിക്കാരൻ. കുറെ നാളായി വെള്ളമഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ? ഒന്ന് പോയി കുമ്പസാരിച്ച് വസ്തുർബാനൊക്കെ സ്വീകരിച്ചിങ്ങോട്ട് വാ. അടുത്ത ഞായറാഴ്ച കിച്ചന്റെ താക്കോലോട്ടേക്ക്. അച്ഛോ, ഒരു നല്ല മനുഷ്യനെ ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്.
ആർക്കും വേണ്ടതാവുമ്പോൾ മദ്യത്തിന് തന്നെ വേണം. മദ്യത്തെ ഉപേക്ഷിക്കുമ്പോൾ എല്ലാവരും നല്ലവരാകും. അച്ഛോ, ഞാൻ കുശിനെ ഒന്ന് കണ്ടിട്ട് വരാം. അച്ഛോ, അവരാച്ചനും വചനപ്പെടുത്തിരിക്കാൻ തുടങ്ങി. എന്റെ വ്യാകുല മാതാവേ, എന്നെ നീ ഇനി അങ്ങോട്ട് വിളിച്ചാലും വേണ്ടില്ല. എത്ര ധ്യാനം കൂടിയിട്ടും ഒരു മാറ്റവും കണ്ടില്ല. എന്നാൽ അച്ഛൻ വിളിച്ചൊന്ന് ഉപദേശിച്ചപ്പോൾ നല്ല മാറ്റം കാണുന്നുണ്ട് അച്ഛോ. ഞാൻ പാറപ്പള്ളി ഇടവകയിലായിരുന്നപ്പോൾ ഇടവക മുഴുവൻ കിടുകിട വിറപ്പിക്കുന്നവനായിരുന്നു മുതലപ്പാപ്പ്. ഞാൻ ചെന്ന വർഷം ഇടവക തിരുനാളിന് അവൻ മുക്കനെ കുറിച്ച് എന്റെ മുന്നിൽ വന്നു. ഞാൻ പാപ്പുച്ചേട്ട എന്നൊരു വിളി, അച്ചോ എന്നും പറഞ്ഞ് അവൻ എന്റെ കാൽക്കിലേക്ക് ഒരു വീഴ്ച. ഞാൻ അവനെ പിടിച്ചെഞ്ഞപ്പോൾ ചോദിച്ചു, എന്നതാ പാപ്പുച്ചേട്ടായത്? അച്ചോ, എന്നെ ഇതുവരെ ആരും പാപ്പുച്ചേട്ട എന്ന് വിളിച്ചിട്ടില്ല. സ്നേഹത്തോടെ ഒരു വിളി മതി ഒരു അച്ഛോ, അച്ഛന്റെ ഈ സ്നേഹത്തോടുള്ള ഇടപെടൽ ആരെയും സ്വാധീനിക്കും. മുഖസ്തുതി പറഞ്ഞാന്ന് വിചാരിക്കരുത്. ഇതെല്ലാം തമ്പുരാന്റെ പദ്ധതിയല്ലേ? അല്ല അവരാഴ്ച ഇതന്നെ വെള്ളത്തിൽ വീണോ? വെള്ളത്തിൽ വീണല്ല അവസരത്തെ. ഞാനിപ്പോ കൃഷി ചെയ്യാൻ ചെന്നപ്പോഴേ ഈ മഴ മുഴുവൻ പെയ്തത്. അത് ഞാൻ കൃഷി ചെയ്യാൻ നനഞ്ഞതാ. അച്ഛോ, ഈ കൃഷിയുടെ ഊടൊക്കെ ഒന്ന് മാറ്റി തരണം. ഞാൻ വിചാരിച്ചാൽ ഓടുമാറില്ല ഒരാച്ച. ഓടൊക്കെ മാറ്റി അതൊക്കെ നന്നാക്കണമെങ്കിലേ ഈ ഇടവക്കാരെ വിചാരിക്കണം. അച്ഛോ, ഉടനെ ഒരു പിരിവ് നടത്തണം അച്ഛോ. അല്ല, നീ ആ വിത്തരവഴിയുടെ പിരിവ് കൊടുത്തായിരുന്നു? അവസരത്തെ നീ അറിഞ്ഞോ, ഞാൻ അച്ഛന്റെ കൃഷിപ്പണിക്കാരനാവാൻ പോവുക. പക്ഷെ ഒരു കാര്യം, ആഴ്ചയിൽ ഒരു അവരാച്ചൻ വല്ലതും പറഞ്ഞു? എന്തോ ആംഗ്യം കാണിക്കുന്ന പോലെ തോന്നി. അല്ല അതെ അച്ഛാ, പിന്നെ അവൻ അച്ഛൻ അവരാച്ചന് കൃഷിപ്പണി കൊടുത്തു അല്ലേ? നല്ല കാര്യം. അച്ഛോ, എനിക്കും ഒരു പണിതാ. അച്ഛൻ വിചാരിച്ചാൽ എന്നെ ഈ ഇടവകയുടെ കൈക്കാരനാക്കാൻ സാധിക്കും. ഒത്തിരിക്കും. അവരാച്ച അവസരത്തിന് വേണം നിന്റെ അസിസ്റ്റന്റ് ആക്കിയോ? അപ്പൊ അവനും ഒരു പണിയായി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നിങ്ങൾ പോയിട്ട് ഞായറാഴ്ച എനിക്ക് നാളത്തെ പുസ്തകം നോക്കാനുണ്ട്. എന്തൊക്കെയുണ്ട് സാറാമ്മ വിശേഷം? നല്ല വിശേഷം. സാറാമ്മ സ്വന്തം പ്രസിഡന്റ് ആകാൻ കാശുമായി വന്നതായിരിക്കും. അല്ല അച്ഛൻ, നന്ദി പറയാൻ വന്നതാ. അവരാച്ചൻ ഇനി മേലാ മദ്യപിക്കില്ലെന്ന് സത്യം ചെയ്തു. എന്റെ ഭർത്താവിനെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റിയത് അച്ഛന്റെ സ്നേഹത്തോടുള്ള ഇടപെടലാണ്. അച്ഛനോട് എങ്ങനെ നന്ദി പറയണം? സാറാമ്മേ, മനുഷ്യരാരും കുടിയന്മാരായി ജനിക്കുന്നില്ല. സാഹചര്യമാണ് അവരെ കുടിയന്മാരാക്കുന്നത്. വേണ്ട സ്നേഹവും പരിഗണനയും ലഭിക്കുമ്പോൾ ഏതൊരുവനും നന്നാവുന്നു. ഞാൻ ഒന്ന് എവിടെയെല്ലാം അന്വേഷിച്ചു. വഴിക്ക് സംസാരത്തിനാ പറഞ്ഞത് നീ അച്ഛനെ കാണാൻ ഇങ്ങോട്ട് പോ. അല്ല, നീ മാർക്കറ്റിൽ പോയ വഴി വീട്ടിലും കയറിയോ? ഇല്ലച്ചോ, പിള്ളേരെ ഒന്ന് കാണാൻ തോന്നിയപ്പം ഞാൻ വീട്ടിലൊന്ന് കയറി. സാറാമ്മ പിള്ളേരെ അവിടെ കണ്ടില്ല. ഞാൻ അവിടെ ഇങ്ങോട്ട് പോന്നു. സാറാമ്മേ, നിനക്കിപ്പോ സന്തോഷമായില്ലേ? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ്. ഇമ്പമുള്ളതാവണമെങ്കിൽ നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെയാണ്. സ്വർഗരാജ്യം ഇവരെ പോലെയുള്ളവർ കാണുന്നല്ലേ യേശു നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ദീർഘനാളത്തെ നിങ്ങളുടെ പീഡനങ്ങൾക്കും കുറ്റങ്ങൾക്കും ഇന്ന് അവസാനമായിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ ഭവനത്തിന് സമാധാനം ഉണ്ടാവും.